എനിക്ക് വിശക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും പാവത്തിന് പട്ടിണിക്ക് ഇവിടെ ഇട്ടേക്കുവാണെന്ന്. പക്ഷേ സംഭവം അതല്ല. സമയം രാത്രി 1:26. അപ്പോഴാണ് ഈ പാവം കുട്ടിക്ക് വിശക്കുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ കുട്ടിയെ ഫുഡ് കഴിക്കാൻ ഓർമ്മിപ്പിച്ചപ്പോൾ അല്ല വേണ്ട വിശക്കുന്നില്ല എനിക്കിന്ന് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ കുട്ടിയാണ് 1:30 ആയപ്പോൾ എഴുന്നേറ്റിരുന്ന് വിശക്കുന്നു എന്ന് പറയുന്നത് കരയുന്നത്. ഇതളൂസ് പിന്നെ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ഡാഡി ഗിരിജയെ പോലെ ഈ പോകുന്നത് നേരെ അടുക്കളയിലേക്കാണ്. എന്തെങ്കിലും ഞണ്ണാൻ കഴിക്കാനൊന്നും ബാക്കിയില്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് ഈ പറഞ്ഞ് പോകുന്നത്. ഭാഗ്യത്തിന് കലത്തിൽ കുറച്ച് ചോറുണ്ടായിരുന്നു. ആ ചോറും പിന്നെ ഇച്ചിരി മീൻകറിയും പയറുപ്പേരിയും ഉണ്ടായിരുന്നു. സത്യം പറയാലോ ഷിനി ഈ ചോറ് ഇങ്ങനെ എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും കൊതി വന്നു. പക്ഷെ പുറത്ത് കാണിച്ചില്ല. പണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഇങ്ങനെ ചോറ് കോരി തരുമായിരുന്നു. അതൊരു പ്രത്യേക രുചിയായിരുന്നു. ഇപ്പോഴെങ്ങാനും സെക്കൻഡ് ഷോയ്ക്കും പോയി പിന്നെ വന്ന് ചോറ് ചോദിച്ചാൽ ആ മീൻ ചട്ടി എടുത്ത് തലയിൽ അടിച്ചേനെ. വീഡിയോയും എടുത്ത് കൊതിയും നോക്കി നിൽക്കുന്ന എന്നോട് വേണോന്ന് പോലും ചോദിച്ചില്ല. എല്ലാം തട്ടി ഉള്ളിലാക്കി. അപ്പോൾ സമയം 1:32. കഴിക്കുന്നതിനിടെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നും എഡിറ്റ് ചെയ്ത് എല്ലാരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴും മൈൻഡില്ലാതെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ചോട്ടാ മുംബൈ സിനിമയിൽ ബിജുക്കുട്ടൻ പറഞ്ഞ ഡയലോഗാണ്, വിശപ്പിന് തന്തയില്ല തലേ. അപ്പോഴും ഇതളുകുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേൽക്കാത്തതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഇല്ലെങ്കിൽ ഇന്നത്തെ ഉറക്കം അവൾ കൊണ്ടുപോയേനെ. അങ്ങനെ പ്ലേറ്റും കാലിയാക്കി കഴുകി തിരിച്ചു വന്നപ്പോൾ സമയം 1:57. കഴിക്കാൻ പോയപ്പോൾ പാവത്തിനെ പോലെ പോയ ഡാഡി ഗിരിജ തിരിച്ചു വന്നപ്പോൾ ഭയങ്കരിയായി മാറിയിരുന്നു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് അവളെ വിളിച്ചുണർത്തി എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അവളുടെ മുഖഭാവം. അതിലും രസകരമായ ഒരു സംഭവം, ഈ വിക്സ് എല്ലാം വാരിയിടുന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല, സൗണ്ട് കിട്ടാനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളും ഇങ്ങനെ എന്ത് അസുഖം വന്നാലും വിക്സ് ഇടാറുണ്ടോ? വിക്സിന്റെ ഉപയോഗം നല്ലതാണോ ചീത്തയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ഉറക്കത്തിൽ വിളിച്ച് ഫുഡ് ചോദിച്ചതിനോട് എനിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്റെ ഉറക്കം ഇനി എങ്ങനെ കിട്ടുമെന്നാണ്. ശരിക്കത് പിന്നെ കുഴപ്പമില്ല, എപ്പോൾ എഴുന്നേറ്റാലും അവൾ കിടന്നുറങ്ങിക്കോളും. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് കിടന്നുറങ്ങാനാണ് പറയുന്നത്. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോയി. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായി പിന്നെ കാണാം. ഓക്കെ ബൈ.